2 ദിവസം ഒരു മാസം മൊത്തം ഞാൻ മാറ്റി മറിച്ചില്ലേ. ഭർത്താവൊക്കെ ആണെന്നുണ്ടെങ്കിലും രാവിലൊന്നും ഉണ്ടാവില്ല. പിള്ളേരൊക്കെ അടച്ചു പൂട്ടി പോവാണ്. ഒരു മാസം ഇടാനാണ് കണ്ട ചൊക്കര് ബാഗ് വാങ്ങാണ്. അപ്പൊ അങ്ങനെ നാളെ മോള് ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഹോസ്റ്റലിക്ക് കുറെ സാധനങ്ങളൊക്കെ വേണല്ലോ, അപ്പൊ അത് വാങ്ങാൻ പോവാണ്. എന്തൊക്കെയോ വാങ്ങാനുണ്ട്. ഇനിയിപ്പോ വീട് വെക്കേണ്ടിരുന്ന അത്രയും സാധനങ്ങൾ വാങ്ങാണ്ടിട്ടോ. അപ്പൊ ഞങ്ങള് ഋഷുവിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഋഷുവിനെ ഇവിടുന്ന് എടുത്തിട്ട് വേണം പോവാന് ഷോപ്പിങ്ങിന്. ഇക്ക ഋഷുവിനെ വിളിക്കാൻ പോവാണ്. വരുന്നു കേട്ടോ ഋഷു. ഇക്ക് അല്ല ഋഷു, എന്നിട്ട് എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങള് സ്കൂളില്? നാളല്ലേ ഞങ്ങൾ സ്ഥലം വരെ പോവാ. പക്ഷെ ഇന്ന് ഞാൻ എന്തിനോ കൂടി എന്തോ മ്യൂസിക്കും പിന്നെ പെൻസിൽ ഡ്രോയിങ്ങും പിന്നെ ഡിജിറ്റൽ പെയിന്റിങ്ങും അതിന് കൂടി. അപ്പൊ ചിലപ്പോ നാളെ മറ്റന്നാളും ആൾക്കാരെ അല്ല അപ്പൊ നാളെ താത്താനെ കൊണ്ടാക്കാൻ പോവല്ലേ? അപ്പൊ പങ്കെടുക്കാൻ പറ്റൂല അല്ലേ? ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ പറഞ്ഞാല് ഇക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സില് റീഡിങ് ടെസ്റ്റിനില്ലേ 2 ആൾക്കാരെ തെരഞ്ഞെടുക്കും. ഒരു പെണ്ണും ഒരാണും. അതില് ആണിന് ഇന്നെ സെലക്ട് ചെയ്തു. മെയിൻ ബ്ലോക്കിൽ കൊണ്ടായിക്കാണ്ട് എല്ലാരപ്പം നോക്കും. അതിലേക്ക് സെക്കൻഡ് ജാം ജുമുക്കാണ് കേട്ടോ ഞങ്ങള് പോണത്. സോപ്പ് തെരഞ്ഞു നടക്കുക കേട്ടോ. സംഭവം ഇവിടെയാണ്. ബോഡി വാഷ് ആയിട്ട് നല്ലത്. കാരണം അന്ന് ഞങ്ങൾ NSSന്റെ ക്യാമ്പിന് പോയപ്പോ സോപ്പ് ആകെ പോയി. ഇത് കുറെ കാലത്തിനുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞില്ല. ഇത് ബോഡി വാഷ് ആണ്. പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാണ് സോപ്പിനേക്കാൾ നല്ലതാണ്. കണ്ടീഷണർ പിന്നെ ചേർപ്പ് ബക്കറ്റും കപ്പും വാങ്ങാൻ വന്നതാ കേട്ടോ. ബക്കറ്റും കപ്പും ഹോസ്റ്റലിൽ പോകുമ്പോ അത്യാവശ്യം വേണ്ട സാധനമാണല്ലോ അല്ലേ? കണ്ട ചൊർക്കൊരു ബാഗ് വാങ്ങാണ്. ഇതിൽ പുസ്തകം കൊള്ളുമോ ഒന്നും അറിയില്ല. അപ്പൊ എത്ര ബുക്കാക്കണം നിങ്ങൾക്ക് ഊഹിക്കാം. കാണാനൊക്കെ ചൊർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ കോളേജ് ഇങ്ങനത്തെ ബാഗ് തന്നെയൊക്കെ ഞാൻ പിന്നെ അങ്ങനത്തെ ബാഗ് കൊണ്ടുപോവാം. നല്ല രസം. ഇനി പെട്ടി നോക്കണം കേട്ടോ. അതുപോലെ ഒക്കെ ഷൂ നോക്കണം. അപ്പൊ അത് അവിടെ അല്ല. അപ്പൊ ഇക്കാനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഒറ്റക്ക് പോയി പെട്ടി വാങ്ങിയാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഇനി എന്താ പറയാ സ്യൂട്ടും കോട്ടും ഒക്കെ വേണമെന്നാ പറയണേ. യൂണിഫോം 2 മാസം കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു മാസം ഇടാനാണ് ഇപ്പോ. ഇതിന്റെ ഈ മാറ്റ് ഫിനിഷ് ഉള്ള ഷൂ അത്ര ഇത് ഇങ്ങനെ സംഭവമാണ്. ഇവിടെ കോർത്തിട്ടുണ്ടല്ലേ കുറച്ചും കൂടെ കീരി വാങ്ങിയാൽ ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിസ്. അപ്പൊ അങ്ങനത്തെ ഷൂ നോക്കാണ്. ഇത് നടക്കുമ്പോ കൊണ്ടുപോകുന്നത് ഷൂ ലൂസാണ്. പാകത്തിനുള്ള ഏറ്റവും ഈ ഷോപ്പിലെ ഏറ്റവും ചെറിയ ഷൂ ആണെങ്കിൽ നോക്കാന്. കാലൊക്കെ വലുതാണ് കണ്ടോ. ബാഗ് നോക്കണം. ബാഗോ അല്ലെങ്കിൽ ട്രോളി പെട്ടി അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അപ്പൊ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ബാഗ് നോക്കാനോണ്ട്. ഭാഗ്യം നിങ്ങൾക്കാണെങ്കിൽ അറിയൂല. അതാണ് കേട്ടോ നമ്മൾ എടുത്ത ബാഗ് എന്താ പറയുന്നതിന് ബാഗ് തന്നെ. അപ്പൊ ഇതാണ് ബാഗ്. വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാലോ. പിന്നെ വീട്ടിലുണ്ട് കേട്ടോ ഒരു പെട്ടി. അതുകൊണ്ടാ പിന്നെ ഒന്ന് ബാഗ് ആക്കിയത്. ഇക്കാന്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇക്കാന്റെ ഫ്രണ്ടിന് ഇപ്പൊ ഇവിടെ എന്താണ് ഇക്കുള്ളത്? റഫീഖിന്റെ പിസൈനിലേക്ക് പോവാട്ടോ ഞങ്ങള്. ലഗേജ് ഒക്കെ കൊണ്ടുപോയി വെച്ചാ ഋഷുവോ? അപ്പൊ റഫീഖിന്റെ പിസൈനിൽ വന്നിക്കാട്ടോ ഞങ്ങള്. മുതലാളി ഇതാ അവിടെ ഉണ്ട്.
അപ്പൊ ഞങ്ങളെ ഇപ്പൊ ഇക്കാന്റെ ഫ്രണ്ട് ഉണ്ട് റഫീഖ് കേട്ടോ. അവന്റെ പുതിയ പിസ്സ ഷോപ്പിലാണ് ഞാൻ ചെയ്തോട്ടോ ഉദ്ഘാടനം. ജാം ജൂമില്ലേ അതിന്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പൊ വിഷുവിനൊന്നും ഫുഡ് വാങ്ങി കൊടുത്തിട്ടില്ല, സ്കൂളിൽ നിന്ന് നേരെ കൊടുക്കുന്നതല്ലേ. അപ്പൊ ഒരു പിസ്സ വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ. സംഭവം എന്താ വെച്ചാൽ പോകുമല്ലേ, അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ടുള്ള നല്ല എന്തെങ്കിലും തിന്നാൻ പറ്റുന്ന ഫുഡ് തിന്നോട്ടെ പിന്നെ പോവാന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും അല്ലാണ്ട് വരും. അടുത്ത ശനി ഞായർ കൊണ്ട് തന്നെ ഉണ്ടാവും. പിന്നെ എന്ത് പോക്കാം, അതിലൊരു നല്ല പോവാതിരിക്കുന്നല്ലേ ഋഷു. എപ്പോഴും ഇങ്ങനെ ശനി ഞായർ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പോകണ്ട കണ്ടോ, നിന്നുള്ളൂ ഇങ്ങോട്ട് പോകണ്ട. തിങ്കളാഴ്ച തന്നെ പോയിക്കോ. നാളെ തന്നെ പോയിക്കോട്ടെ എന്നാ ഞാൻ പറയുന്നത്. നാളെ തന്നെയാണ് പോണത്. വിഷുവിന് പിന്നെ പാസ്ത മതി അല്ലേ. നല്ല ഇതാണ്. ഞാനത് നോ റിയാക്ഷൻ എന്തിനീ ചാട് ചാട് ആ എക്സ്പ്രഷനാണ്. അതെന്താ എക്സ്പ്രഷൻ വന്നു ഞാനത് ആ ഡ്രിങ്ക് എക്സ്പ്രഷൻ അല്ലാതെ കുടിച്ച് കാണിച്ചിട്ടുണ്ടോ. മുജിറ്റോത്ത് ഐസ് ക്യൂബ് ഒക്കെ തിന്നാണ് കേട്ടോ. ദുനിയാവിലൊന്നും ഉണ്ടാവില്ല. സൂട്ടൊക്കെ വേണം, ഫോർമൽ ഡ്രസ്. ഫോർമൽ ഡ്രസ് അപ്പൊ മോളൂന് ഫോർമൽ ഡ്രസ് നോക്കിയിട്ട് മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ല. ഫോർമൽ ഡ്രസ് ഞാൻ വാങ്ങിക്കൊണ്ട് 2 പാന്റ് 2 ഡ്രസ്സും. ഈ 2 ഡ്രസ്സ് ഒരു മാസം മൊത്തം ഞാൻ മാറ്റി മറിച്ചിട്ടേ. അതങ്ങനെ കരുതിയിരുന്നു. ഒരു കോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളത്തത് മാറ്റിയാണ്ട് ഇടായിരുത്തിട്ടേനു. ഈ കോട്ട് ഇവിടെ ദുനിയാവിലുള്ളവരാരും കണ്ടിട്ടില്ല. അപ്പൊ ഇനി ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കുക ചിലപ്പോ. അല്ലെങ്കിൽ എന്താ കാട്ടുക, അതാണ്. മാളിൽ കയറി വന്ന് നോക്കുമ്പോ നല്ല മഴയാണ് കേട്ടോ. ഇപ്പൊ നനഞ്ഞു പോണം. ആ ഊരി അതിന്റെ മേലിട്ട് നോക്ക്, സെറ്റാണ്. കറക്റ്റ് ആ സൈസൊക്കെ. ഇക്ക ഞങ്ങളെ പിന്നാലെ നടന്ന് ജ്വല്ലറി ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ട് അപ്പൊ പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ പണ്ടെന്തോ കൊടുത്തില്ല എനിക്ക് 2 ഗ്രാം തരാണ്ട് ഇക്ക. അപ്പൊ ഞാനൊരു മോതിരം വാങ്ങിട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് 2 ഗ്രാം അല്ല, അത്ര 3 ഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ 1 ഗ്രാമിന്റെ പൈസ കാക്ക കൊടുക്കണം. സംഭവം ഭാര്യയും ഭർത്താവും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്രാമിന്റെ ബിസിനസ് ആണ്. അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടുമ്പോ ഇനി ഇതിന്റെ ബാക്കി പൈസ കൊടുക്കും. ഞാൻ ഇതാട്ടോ മോതിരം. ഈ പച്ച സ്റ്റോണുള്ള എടുക്കാൻ കാരണം അതുപോലത്തെ നെക്ലസും കൈച്ചെയിനും മാലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അതിക്കൊരു റിങ് ഉണ്ടായില്ല. പൊതുവെ എനിക്ക് റിങ്ങിനോട് വലിയ താല്പര്യമല്ല. എന്നാലും പിന്നെ ഇപ്പൊ അത് ഒറ്റയ്ക്ക് ഇവിടെ വിഷമിച്ച് കിടക്കണ്ട, അതിന്റെ കൂടെ ജോലി ആയിക്കോട്ടെ എഴുതിട്ട് വാങ്ങിയതാട്ടോ. അതെങ്ങനെ അറിയാം, ഗ്രാമിക്കാനത്ത് കുറച്ച് പെട്ടത് ഞാൻ എന്തോ ഒരു മാല വള എന്തോ ഉണ്ടാക്കിച്ചീനു. അപ്പോ അത് കുറച്ച് ചെയിന് ലോങ് ആയി പോയിട്ടോ. അപ്പൊ അത് കട്ട് ചെയ്ത ബാക്കിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 2 ഗ്രാം ബാക്കി വന്നത്. അങ്ങനെ ഞങ്ങള് ജ്വല്ലറി ഒക്കെ അടച്ചു പൂട്ടി പോവാണ് വീട്ടിക്ക്. വീട്ടിൽ ചെന്നിട്ട് ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി തറവാട്ടിൽ പോവാട്ടോ. വാപ്പാനോടും ഉമ്മാനോടൊന്നും യാത്ര പറഞ്ഞിട്ടില്ല. നാളെ ഹോസ്റ്റലിക്ക് പോണ യാത്ര പറയാൻ വേണ്ടി തറവാട്ടിൽ പോവാ. പിന്നെ ഷൈജു ഉണ്ട് ഞങ്ങളെ കൂടെ. അപ്പൊ ഏതായാലും ഓനെ തറവാട്ടിലാക്കണം. അപ്പൊ യാത്ര പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ വാപ്പാനോടും ഉമ്മാനോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മോള് ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. അപ്പോൾ മോള് ഹോസ്റ്റലിൽ പോയ വിശേഷങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. അസ്സലാമു അലൈക്കും.